ട്രംപ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തലയ്ക്ക് താരിഫ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതിൽ തീരുവ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിവില്ല. അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കശുവണ്ടി. ഈ കശുവണ്ടിയുടെ ഇറക്കുമതിയിൽ തീരുവ കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ കശുവണ്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ഇപ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസ് അങ്ങനെയുള്ള സാധനങ്ങളും പാക്ക്ഡ് ഫുഡ്സും ഒക്കെ തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ടാകും. അപ്പോൾ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കശുവണ്ടി കൊണ്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി വിപണനം ചെയ്യുന്ന നമ്മുടെ കമ്പനികൾക്ക് ഇതെങ്ങനെയാണ് ബാധിക്കുക? നല്ലതായിരിക്കും, ചീത്തയായിരിക്കും? അപ്പം ഇതേപോലെ തന്നെ ചോളം. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൗത്ത് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായിരിക്കും അവർ തീരുവ കുറച്ചിട്ടുണ്ടായിരിക്കുക. കാരണം സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് BJPക്ക് വേരുകൾ കുറവുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അത്രയധികം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമല്ല. അപ്പം ഇത് പൊളിറ്റിക്കൽ വേയിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചോള കർഷകരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ, ചോളം ഉൽപ്പന്നങ്ങളാണെങ്കിൽ ചോളത്തിൻ്റെ പാക്ക്ഡ് ഫുഡ്സ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ തമിഴ്നാട്ടിലൊക്കെയുള്ള ചോളം കർഷകരുണ്ടല്ലോ, അപ്പോൾ ആ ചോളം അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റുന്നുണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്ട്സിന് വിപണനം അല്ലെങ്കിൽ വിപണി മൂല്യം നഷ്ടപ്പെടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കർഷകരെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഡീല് വളരെയധികം ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടതാണ് ഓരോ ഇന്ത്യക്കാരനും. കാരണം അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല ഇത്. താങ്ക് യു.